ബ്രോ എന്റെ കുറെ നാളത്തെ ഡൗട്ടാണ്. സപ്പോസ് ഞാനും എന്റെ ഫ്രണ്ടോട് ഒരു കഞ്ചാവ് വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് മണി സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. കൊള്ളാനുള്ള പരിപാടി പറഞ്ഞു ജീവിക്കണ്ടേ? ഡൗട്ടാണ്, ഞാൻ ക്ലിയർ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കഞ്ചാവ് കച്ചവടം നടത്തി അതിന്റെ ക്യാഷ് വരുന്നു. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ട് മുങ്ങുന്നു ക്യാഷുമായിട്ട്. ആദ്യത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റി ആണല്ലോ നടത്തിയത്. ഞാൻ പറയുന്നത് നിനക്ക് അങ്ങനെ തന്നെ വേണം. പോയത് പോയി. എന്റെ പൊന്നു ബ്രോ, ഇത് ഡൗട്ടാ. ഇതിന്റെ ലീഗൽ സൈഡ് എങ്ങനെയാ? ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ്, ഇത് ഇല്ലീഗൽ ആയിട്ടൊരു ആക്ടിവിറ്റിയാണ് ആദ്യത്തെ ഫ്രണ്ട് ഇവിടെ ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിന്റെ നിയമവശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ രണ്ടും കൂടെ ചെയ്തത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു നിയമ പരിരക്ഷയും കിട്ടില്ല. ആദ്യത്തിനും ഫ്രണ്ടും കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു പറഞ്ഞു, ഇന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആ എഗ്രിമെന്റിനെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെ വോയിഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ നൾ എഗ്രിമെന്റ് എന്നാണ് നിയമത്തിന്റെ കടൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ബേസ് ചെയ്തുണ്ടാക്കിയ എഗ്രിമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. കൂടാതെ ആയത്തിന് എഗ്രിമെന്റ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ആയത്തിനെതിരെ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തതിന് കേസെടുക്കാൻ കഴിയും പോലീസിന്. രണ്ടാമത് പറ്റുന്ന കാര്യം, ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് ഈ എഗ്രിമെന്റ് എത്തുന്നതെങ്കിൽ ആ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ പോലും അതിൽ ടാക്സും സർചാർജും സെസ്സും പെനാൽറ്റികളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചാർജ് ചെയ്യാൻ കഴിയും. ദൈവമേ, ഇടിവെട്ടിയവനെ പാമ്പ് കഴിച്ച അവസ്ഥയാവുമല്ലോ. അപ്പൊ എല്ലാവരും ആയത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇനി നിങ്ങളായാലും മറ്റുള്ളവരായാലും ആരായാലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്ത്യയിൽ അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായോ എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു നിയമപരിരക്ഷയും കിട്ടുകയില്ല. നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയും നിങ്ങൾക്കെതിരെ മറ്റ് കേസുകളുമായിരിക്കും ഉണ്ടാവുന്നത്. ആ എഗ്രിമെന്റ് വോയിഡ് ആണ്.